നമസ്കാരം. തെക്ക് വടക്കിലേക്ക് വീണ്ടും ഞങ്ങൾ വി കെ ചെറിയാൻ, ദാമോദർ പ്രസാദ് നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെ പറ്റിയാണ്. ദാമോദർ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഗതിയുണ്ട്. കേരളത്തിൽ CPM PR ഏജൻസിയെ ഹയർ ചെയ്തു, കോൺഗ്രസ് PR സംഗതി ചെയ്തു. കൊണകേലു എൻ്റെ സുഹൃത്തും കൂടിയാണ്, അദ്ദേഹമാണ് മെയിൻ PR എന്നൊക്കെ പറഞ്ഞ് ഒരു ഇടയ്ക്കൊരു ഒരു ആരോ പറഞ്ഞ പോലെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്നുള്ള മട്ടിലുള്ള ചില ആരോപണങ്ങൾ രണ്ടു കൂട്ടരും, അതായത് കോൺഗ്രസും CPM ഉന്നയിക്കാറുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം BJPയുടെ ഇലക്ട്രൽ സർക്കസും സക്സസിനും കാരണം ഇന്ത്യയിൽ അവർ ഉണ്ടാക്കിയെടുത്തൊരു ഇലക്ഷൻ മെഷീനറിയാണ്. അതിനെയാണ് എനിക്ക് തോന്നുന്നത് CPM കോൺഗ്രസും, കേരളത്തിലെ കോൺഗ്രസ് പ്രത്യേകിച്ച് മാറി മാറി PR നെറ്റ്വർക്ക്, PR എന്ന് പറയുന്നത്. അവർക്ക് എനിക്ക് തോന്നുന്നു മനസ്സിലാകാത്ത ഒരു സംഗതിയുണ്ട്. ഇന്ത്യയിലെ ഇലക്ഷൻ മെഷീനറി 2014 പ്രശാന്ത് കിഷോറിനെ ഉപയോഗിച്ച് BJP ഉണ്ടാക്കിയ വിജയം കൊണ്ട് അത് മിക്ക സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും, പിന്നെ ഇപ്പോൾ DMK ഭരിക്കുന്ന തമിഴ്നാടും TMC ഭരിക്കുന്ന വെസ്റ്റ് ബംഗാളും ഉൾപ്പെടെ എല്ലായിടത്തും പ്രശാന്ത് കിഷോറിൻ്റെ സ്റ്റൈൽ ഓഫ് ക്യാമ്പയിൻ, അതിനെ PR എന്ന് വിളിക്കാം, പക്ഷേ ഇലക്ഷൻ മാനേജ്മെന്റ് എന്ന് വിളിക്കാം, പല പേരുകളിൽ പലരും വിളിക്കുന്നുണ്ട്. കേരളത്തിൽ പക്ഷേ ഇലക്ഷൻ മാനേജ്മെന്റ് എന്നുള്ള ഒരു സംവാദമേ പൊതുമണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. അതിന് പകരം PR എന്ന് പറയുന്നു. എന്താണ് ഇത് കാണിക്കുന്നത്? അതായത് ഇന്ത്യയിലെ ഇലക്ഷൻ ക്യാമ്പയിൻ മാനേജ്മെന്റ് ഒരു മാനേജ്മെന്റ് ഡിലൈറ്റായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ കോടികൾ, ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ തമിഴ്നാട് ഇലക്ഷന് ഐപാക്കിൻ്റെ കോൺട്രാക്ട് 500 കോടിയുടെ കോൺട്രാക്റ്റ് ആയിരുന്നു. അതിലെ ഒരു 500 പേരെങ്കിലും ഇരിക്കുന്ന ഒരു ഹാളിൻ്റെ മുമ്പിൽ പോയി ഞാൻ അവരെ കണ്ടിട്ടുണ്ട്, അവരുടെ ഒരു DMK സുഹൃത്ത് വഴി. തമിഴ്നാട്ടിലല്ല, വെസ്റ്റ് ബംഗാൾ നമ്മൾ കണ്ടു. ഐപാക്കിൻ്റെ അവിടുത്തെ ലോക്കൽ ചീഫായ ജെയിനെ ED റെയ്ഡ് ചെയ്തപ്പോൾ മമതാ ബാനർജി നേരിട്ട് പോയി ആ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വന്നു. കാരണം വെച്ചാൽ ആ ലാപ്ടോപ്പിലും അവിടെയാണ് സ്ട്രാറ്റജിയുടെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് ആയിട്ടുള്ള പ്രത്യേകതകളും അവിടെ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജികളും ഒക്കെ അവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് അവർ പോയി എടുത്തത്. അപ്പം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കേരളത്തിൽ നമ്മൾ അഭ്യർത്ഥിതരാണ്. നമ്മൾ 100% ലിറ്ററസിക്കാരാണ്. എന്തുകൊണ്ട്, എനിക്ക് ഒരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് കേരളം അല്ലെങ്കിൽ കേരളത്തിലെ പൊളിറ്റിക്കൽ രാഷ്ട്രീയക്കാരും പൊതുസമൂഹവും ഈ ഒരു റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്നത്? ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഞാൻ ഈ റിയാലിറ്റി എന്ന് പറഞ്ഞത് മോഡേൺ ഇലക്ഷൻ മാനേജ്മെന്റ്, അത് ഇന്ത്യയിൽ BJPയും DMK TMC പോലുള്ള പാർട്ടികളും മാനേജ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അവരിപ്പോൾ അതൊരു ഉറപ്പിച്ചു കഴിഞ്ഞു, അതൊരു പാർട്ടാണ് ഇലക്ഷൻ ക്യാമ്പയിന്. പക്ഷെ കേരളത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പല CPM-നും കോൺഗ്രസിനും ഒക്കെ മടിയാണ്. കണകയിലു എന്ന് പറയുന്നതല്ലാതെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്താണ്, അദ്ദേഹം എന്തിനാണ് AICC മെമ്പറായിട്ട് ഇരുന്ന് ഇതൊക്കെ നോക്കുന്നത് എന്നതുപോലും കേരളത്തിലെ കോൺഗ്രസ്സുകാർ പോലും ചിന്തിക്കുന്നില്ല. അത് വിറ്റ് കിട്ടിയ പണം കൊണ്ടാണ് ദേശാഭിമാനി ആരംഭിച്ചത്. അപ്പോൾ CPM-ന്റെ സെലിബ്രിറ്റി എപ്പോഴും തൊഴിലാളി വർഗവും അടിസ്ഥാന വർഗത്തിൽ വരുന്ന ആൾക്കാരാണ്. അല്ലാതെ മമ്മൂട്ടി, മോഹൻലാൽ ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെലിബ്രിറ്റി ആയിരുന്നില്ല, ഒരു കാലത്ത് ആവാനും സഹിക്കാനും വേറെ. അപ്പോൾ ഈ സെലിബ്രിറ്റി ആകുമ്പോൾ അവർക്ക് എന്താ, ഇവരുടെ കാഡേഴ്സിന്റെ അടുത്തേക്ക്, കാര്യം CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാഡേഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ലെഫ്റ്റ് ലീനിങ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു വിഭാഗമായിരിക്കും. പൊളിറ്റിക്സ് ഒരു പക്ഷേ ആ നിലയിൽ ഒരു മാറ്റങ്ങൾ വലുത് വന്നിട്ടുണ്ടെങ്കിലും ഈ സ്വഭാവം പ്രകടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ അകത്തൊരു സെലിബ്രിറ്റിയെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ആ ഒരു സെഗ്മെന്റിലേക്ക് തന്നെ ഒരു മടങ്ങി പോകുന്നത്. അതിനൊക്കെ CPM വിച്ഛേദിക്കുക. കാരണം പുതിയ കേരള ലീഡർഷിപ്പിനെ സംബന്ധിച്ചോളം നേരത്തെ സൂചിച്ച പോലെ ഈ ഗ്ലോറിയിലും ഈ മീഡിയ ഗ്ലോറി എന്തോ ഒരു വലിയ കാര്യമാണ്. അത് ടെസ്റ്റ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഈ CPM-ന്റെ പബ്ലിക്കേഷൻ സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു പക്ഷേ ഈ CPM-ന് ഈ ഇതിന്റെ അകത്ത് ഒരു വിജയം നേടാൻ സാധിച്ചാൽ CPM-യുടെ പബ്ലിക്കേഷൻ സ്ട്രാറ്റജി വിജയമാണ് കാണാം. നമുക്ക് തൊട്ടും ഒരു കാര്യം കൂടി നോക്കാം. അതായത്
കേരളത്തിൽ ഈ മാധ്യമങ്ങള് വലിയ ദൃശ്യമാധ്യമങ്ങള് വ്യാപകമായ സമയത്താണ് CPM കൈരളി ചാനൽ തുടങ്ങുന്നത്. CPMന്റെ കാർമ്മികത്വം കഴിഞ്ഞാണ്. പക്ഷെ കൈരളി ചാനൽ വന്ന തരത്തിൽ CPM തോറ്റു. അന്ന് ആ ഇലക്ഷൻ പരാജയപ്പെടുകയും അപ്പോ അതിന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയത് വളരെ വ്യക്തമാണ്. അപ്പോ ഈ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന്റെ കാരണം തികച്ചും ഈ മീഡിയേറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്സിനകത്ത് ആവണമെന്നില്ല. അവർ വേറെ അവരുടെ ദൈനംദിന പ്രശ്നങ്ങളും മറ്റ് അവരുടെ പെർസെപ്ഷൻസ് ഒക്കെ ബന്ധപ്പെട്ട് കാര്യമുണ്ട്. രണ്ടാമതായിട്ട് CPM ഒരു കാര്യം ചെയ്യാനുള്ള ആഗ്രഹിക്കുന്ന കാര്യം CPM എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. കേരളത്തിലെ വലതുപക്ഷ മാധ്യമം, അവർ പറയുന്ന വലതുപക്ഷ മാധ്യമം, അതായത് മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഇവരുടെ നിരന്തരമായ വിമർശനം സർക്കാരിനെതിരെയാണ്. അവരുടെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ സ്വഭാവം ഉണ്ടായിരിക്കാം. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യാൻ ഇവർക്ക് ഇവരുടേതായ മെഷീനറി വേണം. അത് അംഗീകരിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്ത് മെസ്സേജാണ് അതിൽ എൻകോഡ് ചെയ്യുന്നതാണ് കാര്യം. ഇപ്പോ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും തുടങ്ങിയ ആൾക്കാർ CPM നിരന്തരം വിമർശിക്കുന്ന ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് ചെറുക്കാൻ വേണ്ടി ഇവർ ഉദ്ദേശിക്കുന്ന, ഇവർ കൊണ്ടുവരുന്ന നെഗറ്റീവ് മോഹൻലാലും മമ്മൂട്ടിയുടെ നെഗറ്റീവാണ്. അതല്ലല്ലോ CPMന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെഗറ്റീവ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാറിന് നേരത്തെ സൂചിച്ച പോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ക്ഷേമം തുടങ്ങി അതിന്റെ ബഹുജന സ്വഭാവമാണ്. അതിലേക്കല്ല പോകണം. അപ്പൊ എപ്പോഴും അതിലേക്ക് പോകുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ നെഗറ്റീവ് പരാജയപ്പെടുന്ന സ്ഥലം അപ്പുറത്ത് അതിനെക്കാളും സ്ട്രോങ് ആയ നെഗറ്റീവ് ആണുള്ളത്. അവര് വർക്ക് ചെയ്യുന്ന അതേ സ്കീമിന്റെ അകത്താണ് CPM വർക്ക് ചെയ്യണമെങ്കിൽ അത് സ്വാഭാവികമായിട്ട് പറയണം. ഞാൻ ഇത് പറയുന്നത് അല്ല, അവിടെയാണ് ഈ സ്ട്രാറ്റജി വരുന്നത്. ഇലക്ഷൻ സ്ട്രാറ്റജിയിലെ പരാജയം എന്താണ് ഞാൻ എന്നെ കാണുന്നത്. പിന്നെ മമ്മൂട്ടിയെ കൊണ്ടുവന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ആഘോഷം നടത്തുക എന്നുള്ളത്, അവിടെ ഞാൻ പറയുന്നത് അതാണ്. അമർത്യ സെൻ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു, ഒരു ലോക ന്യൂസാണ്. ചൈനയ്ക്ക് ശേഷം കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു എന്ന് ലോകം മുഴുവനും അറിയും. പക്ഷേ അമർത്യ സെൻ വരുന്നതിന് മുമ്പേ അദ്ദേഹം ചോദിക്കും, നിങ്ങളുടെ ഡേറ്റ എല്ലാം എനിക്ക് തരും, ഞാനൊന്ന് പരിശോധിക്കട്ടെ, എൻ്റെ ആൾക്കാർ പരിശോധിക്കട്ടെ എന്ന് പറയും. അപ്പം അതായത് ദർ ഇസ് എൻ ഓഡിറ്റ് ഇൻഹെറന്റ് ഇൻ ഇറ്റ് ബൈ എൻ എക്സ്പെർട്ട് ലൈക്ക് അമർത്യ സെൻ. എനിക്ക് തോന്നുന്നു അവിടെയാണ് കേരളത്തിന്റെ പരാജയം. അതായത് ഇതൊക്കെ പബ്ലിക് ഓഡിറ്റിന് അല്ലെങ്കിൽ എക്സ്പെർട്ട് ഓഡിറ്റിന് വിധേയമാകുന്ന ഒരു സംഗതിയാണെന്നുള്ള ഒരു ബോധമില്ലായ്മ ഇപ്പം എനിക്കൊന്ന് CPMന്റെ CPMന്റെ മാത്രം ഇടതുപക്ഷത്തിന്റെ പല നേതാക്കന്മാർക്കും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു ബിൽഡപ്പ് മാത്രമായിട്ട് അവർ കാണുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈവന്റ് മാനേജ്മെന്റ് ആയിട്ട് ചുരുങ്ങുന്നത് എനിക്ക് തോന്നുന്നത്.